ബാഴ്സലോണ ഇല്ലാത്ത ക്ലബ് വേൾഡ് കപ്പ്. അപ്പോൾ സ്പോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇന്ന് വരേക്കും ഫുട്ബോൾ ലോകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. സോ വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഒരു ടൂർണമെൻറ്റിലേക്ക് ബാഴ്സലോണ ഇല്ല എന്ന് പറയുന്നത് ഓരോ ബാഴ്സ ആരാധകൻ്റെയും നെഞ്ച് പൊട്ടണ സീൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഈ 4 വർഷത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്പെയിനിൽ യെസ് ബാഴ്സലോണയ്ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ സത്യത്തിൽ ബാഴ്സലോണയുടെ കാര്യം ഈ ഇതിൽ ക്വാളിഫൈ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു പോയത് ചാമ്പ്യൻസ് ലീഗിലേക്കാണ്. അങ്ങനെ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് 67 പോയിന്റും ബാഴ്സലോണയ്ക്ക് 63 പോയിന്റുമായി ബാഴ്സയെ സെലക്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ക്ലബ് വേൾഡ് കപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു വലിയ റീസൺ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പോലെ തന്നെ ഒരു ശാപം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിൽ ശരി, എവിടെയാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് വരുന്നൊരു സ്വഭാവം ബാഴ്സലോണയ്ക്കില്ല. അതവിടെ ഇരിക്കട്ടെ, എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഈ പറയുന്നത് പോലെ തന്നെ ബാഴ്സലോണ മാത്രമാണോ ഇതുപോലെ നമ്മളെ ഞെട്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലണ്ടിൽ നിന്ന് 2 ടീമാണ് വരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ ചെൽസിയുമാണ്. ലിവർപൂളില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇല്ല, ആഴ്സണൽ ഇല്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ടീമുകളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ക്ലബ്ബാണ് AC മിലാൻ, അവരും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ക്ലബ്ബുകളിൽ നിങ്ങൾക്ക് ഈ ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ഏത് ക്ലബ്ബായിരിക്കും, എന്തുകൊണ്ടായിരിക്കും?